ഞാൻ എന്നാ പൊട്ടിച്ച് വ്ളോഗ് എടുക്കട്ടെ, ഇതെടുക്കാൻ പറ്റൂല. പക്ഷെ ലാസ്റ്റ് അവസാനം അമ്മയും അച്ഛനൊക്കെ ചോദിച്ചു തുടങ്ങി വല്ലതും നടക്കും. എൻ്റെ അഡ്രസ്സ് പോലും അറിയാതെ ഒരു പാലുകാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞല്ലേ. ഇതെന്താ സാധനം? പക്ഷെ ഒരു വളരെ നല്ലൊരു ഇതാണത്. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഇതിന്റെ അടിയിലോട്ട് എല്ലാം പോയി. അനുഗ്രഹിക്കണം. ആ രാഗ നീറ്റായിട്ട് പൊട്ടിയോ നോക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കറക്റ്റ് ഹൗസ് വാമിങ് കഴിഞ്ഞ് ഏകദേശം 1 മാസമായി. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് തന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഒരാളെ മാത്രം കിട്ടുന്നില്ലായിരുന്നു. മനോഹരനാണെങ്കിൽ അത് കഴിഞ്ഞ് ഫുള്ള് ഷൂട്ടും പിന്നെ അവിടുത്തെ വീടിൻ്റെ പണിയും ഒക്കെ ആയിട്ട് ഓട്ടമായിരുന്നു. എന്നാൽ എന്നോട് തുറക്കരുതെന്നും പറഞ്ഞു. മനോഹരൻ വരാതെ ഒറ്റ ഗിഫ്റ്റ് തുറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ ഇത് ഓപ്പൺ ചെയ്യാതെ പോവുകയാണെങ്കിൽ ഞാൻ ഇന്ന് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യുക. 1 മാസമായി. കാരണം എനിക്കത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് നല്ല പെയിൻറ്റിങ്സും ഡെക്കറേറ്റീവ്സൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് എനിക്ക് വീടൊന്ന് സെറ്റ് ചെയ്യാൻ. കാരണം എന്തൊക്കെ എവിടെയൊക്കെ വെക്കണമെന്ന് ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ വിളിച്ചിട്ടൊരു ലേറ്റായിട്ട് പോകുന്ന സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എണീറ്റിട്ടേ ഉള്ളൂ, റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് അന്ന് കിട്ടിയ 1 മാസം മുമ്പ് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം ഓപ്പൺ ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും ഗിഫ്റ്റുകൾ കിട്ടിയിട്ട് 1 മാസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ വീട്ടുകാർ. ബാക്കി എല്ലാവരും ഇമ്മീഡിയറ്റ് ഗിഫ്റ്റ് നമുക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലേ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ രാവിലെ ഒരു 7:30 ആയപ്പം ഇനിയിപ്പോൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ക്യാമറ ബുബണ്ണെ രാജ്യം ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകാം. ഇറങ്ങിയോന്നും അറിയത്തില്ല. രാവിലെ എണീറ്റ് പല്ലൊക്കെ ചേച്ച് റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ഐ എം സോ സോറി ഫോർ മേക്കിംഗ് യു ഡൾ, ഡ്രൈ ആൻഡ് റഫ്. ഇങ്ങനെ വീക്കൻ ചെയ്ത് ഹെയർ ഫോളിന് കാരണമാക്കിയ എല്ലാ ഡാമേജസും ബ്രേക്കേജസും ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. എഗെയിൻ സോറി. നമുക്ക് ഹെയറിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഒട്ടും കെയർ ചെയ്യുന്നില്ല. ഏകദേശം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒന്നും നോക്കിയിട്ടില്ല, അത്രയ്ക്ക് ഓട്ടമായിരുന്നു. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹെയർ വലിക്കുമ്പോൾ നമ്മൾ എത്ര വലിച്ചാലും ആ ഹെയർ പൊട്ടാതിരിക്കും. പക്ഷേ ഇലാസ്റ്റിസിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ മിഡിലിൽ നിന്ന് പൊട്ടും, ലൈക്ക് ദിസ്. ഇപ്പോൾ എൻ്റെ ഹെയർ മിഡിലിൽ നിന്നാണ് ബ്രേക്ക് ആവുന്നുണ്ടോ. അപ്പോൾ അത് ഇലാസ്റ്റിസിറ്റി ഇല്ല. യു ക്യാൻ സി, ഇതൊരു ഡാമേജ്ഡ് ഹെയറിൻ്റെ ലക്ഷണമാണ് ഈ ഒരു മിഡിലിൽ നിന്ന് ഇങ്ങനൊരു ഇത് വരുന്നത്. കണ്ടോ? റെഡിയാ? സാരമില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചെമ്പരത്തിയും കറി ലീവ്സും, അതായത് നമ്മുടെ കറിവേപ്പിലയും ഈ ഡാമേജ്ഡ് ഹെയറിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാം. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഐ നോ ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യാറുണ്ട് ഇതുപോലുള്ള നല്ല DIY മെത്തേഡ്സ് യൂസ് ചെയ്ത് നിനക്കൊന്ന് പ്രോട്ടീനൊന്നും തരാതെ വലകുലയിട്ട് നശിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഡോണ്ട് വറി, ഐ ഹാവ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ഫ്രം മാമഅർത്ത്. മാമഅർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിൽ ആൻഡ് ഷാംപൂ. ഇതിൽ ചെമ്പരത്തിയും കറിവേപ്പിലയുടെ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഡാമേജ്ഡ് ആയ ഹെയർ നന്നായിട്ട് റിപ്പയർ ചെയ്ത് ഹെയർ റൂട്ടിൽ നിന്ന് തന്നെ സ്ട്രോങ്ങറും നറിഷ്ഡും ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഒട്ടും താമസിക്കാതെ ഞാൻ മാമഅർത്തിൻ്റെ ഈ ഒരു ഡാമേജ് റിപ്പയർ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ പോവാണ്.
ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ഹെയർ ഓയിൽ ആപ്ലിക്കേറ്ററും കൂടെ കിട്ടും. ഇത് നമുക്ക് ഈസി ആയിട്ട് റൂട്ടിലേക്ക് ഹെയർ അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Here is your solution for your damaged hair. ഓയിൽ ഒരു ഹാഫ് ആൻ അവർ സ്കാൽപ്പിലും ഹെയറിലും വെച്ചതിന് ശേഷം നമുക്ക് മാമാഅർത്തിൻ്റെ ഈ ഒരു ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പൂ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാം. ഒരു 2 to 3 weeks യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ നന്നായിട്ട് ഡാമേജസ് ഒക്കെ റിപ്പയറായി നല്ല സോഫ്റ്റും സ്ട്രെങ്ത്തും ഉള്ളതായിട്ട് മാറും. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ചെയ്തേക്കാണ്. ഞാൻ നേരത്തെ ഉപയോഗിച്ചതിലും കുറച്ച് കൂടുതൽ പ്രഷർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആ മിഡിലിൽ നിന്ന് ബ്രേക്ക് ആവാതെ ഹെയർ നല്ല സ്ട്രെങ്ത്തായി. അതുപോലെ ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. അവരുടെ പ്രോഡക്റ്റ്സിൽ മാത്രമല്ല അവരുടെ ഇനീഷ്യേറ്റീവ്സിലും ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം അവരുടെ ഒരു പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ ആ ഓർഡർ ലിങ്ക് ചെയ്തത് ഒരു പ്രീ പ്ലാൻ ചെയ്താണ്. ബൈ 2025 1 million ട്രീസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. മാത്രമല്ല നമുക്ക് മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ്സ് നൈക്കിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈൻ മാത്രമല്ല ഇപ്പോൾ ഓഫ്ലൈനിലും മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിൽ പോകുമ്പോൾ കമൻറ്റ് ചെയ്യണം. ഗൗരി 2024 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നമുക്ക് 20% ഡിസ്കൗണ്ട്. ഫൈനലി ഞങ്ങൾ നീണ്ട ഒരു മാസത്തിന് ശേഷം ഗിഫ്റ്റുകൾ പൊട്ടിക്കാൻ സമയമില്ലായ്മ, ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള ടൈം ചോദിച്ചു. ഇതൊന്നും ഞാൻ എന്നാ പൊട്ടിച്ച് വ്ളോഗ് എടുക്കട്ടെ, ഏതെടുക്കാൻ പറ്റൂല. 8-ാം തീയതി ആയിരുന്നു പാല് കാച്ച്. ഇന്നിപ്പോൾ മാർച്ച് 7 ആയിട്ടുണ്ടല്ലേ? ഒരു മാസം. ഒരു വിൽ പവറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ലാസ്റ്റ് അവസാനം അമ്മയും അച്ഛനൊക്കെ ചോദിച്ചു തുടങ്ങി വല്ലതും നടക്കും. ഡെക്കറേറ്റീവ്സ് ഒക്കെ വാങ്ങിക്കണം. അപ്പം ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തൊന്നും നമ്മൾ ആവശ്യമുള്ള എടുത്ത് ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടിയിട്ട് കിട്ടും എന്നുള്ള അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ ഫൈനലി ഒന്ന് മഹാലക്ഷ്മി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചു. അത് ഈ മഹാലക്ഷ്മി പൊങ്കാല ഇട്ടതിന് ശേഷം എനിക്ക് കിട്ടിയ മഹാലക്ഷ്മിയാണ് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ വന്ന് കയറിയ വിഗ്രഹം എന്ന് പറഞ്ഞു. വലിയ പെയിൻറ്റിങ്. അത് എൻ്റെ ഫ്രണ്ട് മരിയ, നമ്മുടെ മുദ്രാബായ് മരിയ ബുട്ടിക്കിൻ്റെ ഓണർ മരിയ തന്നു. അപ്പം ഞാൻ അത് പൊട്ടിച്ച് നോക്കി. ഞാൻ 2-3 പൊട്ടിച്ചോളൂ. തൽക്കാലം അങ്ങോട്ട് ധനലക്ഷ്മി. ഫസ്റ്റ് നിങ്ങൾ ഇത് പൊട്ടിക്കുന്നതാണ്. ഞാൻ കത്രി എടുത്തിട്ട് വരട്ടെ. ഇതെല്ലാം ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ ജോസഫ്. ആരാദ്യം പൊട്ടിച്ച്? ഓൾറെഡി കുറച്ച് പൊട്ടിച്ച് വെച്ചിരുന്നതാണല്ലോ. കാസ്ട്രോൾ.
പക്ഷെ ആരാ തന്നാന്ന് പേരില്ല കേട്ടോ. ഇത് പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ്. വാവ്, ഇതിനോട് എനിക്ക് ഇച്ചിരി കമ്പമുള്ള ഇതാണ്. അച്ഛൻ മനോജേട്ടനെ ടീഷർട്ട് കാണിച്ച് പ്രലോഭിപ്പിക്കുകയാണ്. അത്ര വ്ളോഗിൽ ഇട്ടിട്ടുണ്ടോന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ 2 പുതിയൊരു ഷർട്ട് ഉണ്ടെന്ന് കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഇപ്പം ഇത് രണ്ടും അത് ദോശ ഇടാം. പക്ഷെ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഗുഡ്. ഈ പൊട്ടിച്ചത് നമുക്ക് ഒരു സൈഡിലോട്ട് വെച്ചാലോ? അയ്യോ, കാലം മുറിയാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഒന്ന് അത് വെച്ചാടി, പിന്നെ കത്രിക വെച്ച് കുറെ നേരമായിട്ട് ഇങ്ങനെ. ഞാൻ ഇനി പെയിന്റിങ് ആരാകെ നീറ്റായിട്ട് പൊട്ടിക്കോ നോക്കാം. വാവ്, നല്ലൊരു 3D പാരറ്റ്സിൻ്റെ ഒരു പെയിന്റിങ്. ഇതൊരു നല്ല പെയിന്റിങ്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആകൂ. ഇത് ജാക്കി ചേട്ടൻ തന്ന. ജാക്കി ചേട്ടനും ലക്ഷ്മി ചേച്ചി പല സ്ഥലത്തും നോക്കിയിട്ടുണ്ട് നമ്മൾ കുറേ. സാധാരണ എല്ലായിടത്തും ബ്ലാക്കും ഗോൾഡും കണ്ടിട്ടുള്ളൂ. കൊള്ളാം. ഞാനിങ്ങനെ വലിച്ചു തീർന്ന വേർന്നുണ്ടല്ലോ. ഓൾറെഡി ഇത് പോയി. നമ്മൾ സന്യാസത്തിലേക്ക് പോവോ? അത് സുന്ദരനായ ബുദ്ധൻ. നോക്കൂ, എനിക്ക് അങ്ങനെ ഫസ്റ്റ് തോന്നി. ഫസ്റ്റ് എനിക്ക് ഹേമമാലിനിയുടെ കണ്ണുപോലെ ഫീൽ ചെയ്തു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പെയിന്റിങ്സ് തീർക്കട്ടെ. പല പല സൈസൊക്കെ. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കളറ്. കാസ്ട്രോൾസ് ആണ്. ഹായ്, കുഞ്ഞി പാത്രം. ഈ പാത്രങ്ങൾ ഭയങ്കര, എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടമ്മമാരുടെയും വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു പാത്രങ്ങൾ. വേണ്ടേ യുവർ ഫേവറേറ്റ് തിങ്സ്. അടുത്തതെടുത്ത് പൊട്ടിക്കുമ്പോൾ ഞാൻ ഇത് തീരുമായിരിക്കും. എന്തുവാ, ഞാൻ എടുത്തില്ല. എവിടെ പോയി? ദേ കിടക്കുന്നു. പക്ഷെ കൈ പോകുന്നില്ലല്ലോ ഗ്യാപ്പിൽ കൂടെ. Wow! Again a 3D picture. എല്ലാവർക്കും ഹേമമാലിനിയുടെ കണ്ണാണ്. വാവ്, നല്ലതല്ലേ? നൈസ്. മെരിയ തന്ന ഗിഫ്റ്റ് കാണിക്കാം. ഞാൻ ഓൾറെഡി കണ്ടതാണ്. കണ്ടിട്ടുള്ളതിൽ നിന്നൊരു ഡിഫറെൻറ്റ് രാധാകൃഷ്ണൻ കോൺസെപ്റ്റ് ആയിരുന്നു ഈ ഒരു പെയിൻറ്റിങ്. ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ വന്നിട്ട് അടിപൊളി. ഭയങ്കരമായൊരു സൗന്ദര്യം. ഞാൻ ഈ
നല്ല പുള്ളി കവറൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ലാവപ്പലയുടെ ഒരു സെറ്റാണ്, ഡിന്നർ സെറ്റാണ്. ഇത് വലുത് ചെറുത് 2 ബൗള്. ഹായ്. പിന്നെ കുറച്ച് കുഞ്ഞി പ്ലേറ്റ്സ്. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരോ തന്നതാണ് കേട്ടോ. LIC ഓഫ് ഇന്ത്യ. ഷാജി തോമസ്, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ. ഇതൊരു കോഫി മഗ്ഗാണ്. എടുത്ത അച്ഛാ. ഇതെങ്ങനെയൊക്കെ തുറക്കുന്നത്? നല്ലൊരു കോഫി മഗ്. അഗെയിൻ എ കോഫി മഗ്. ഇപ്പോൾ 2 സെറ്റായിരുന്നു അല്ലേ കോഫി മഗ്? നല്ല കളറല്ലേ, എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടമായി. പൊട്ടിച്ചതെല്ലാം അവിടെ വെച്ചു. ഇതൊരു ബെഡ്ഷീറ്റ് ആണെന്ന് തോന്നുന്നു. ആ ജഗ് കൊള്ളാമല്ലോ, കുഞ്ഞി ജഗ്. അമ്മയ്ക്കൊരു വലിയൊരു ക്രിസ്റ്റലിന്റെ ജഗ്ഗായിരുന്നു. പിന്നെ പിന്നെ 2-3 ബെഡ്ഷീറ്റ്സ്. ജോളി ആൻറ്റി ഒക്കെ ബെഡ്ഷീറ്റായിരുന്നു. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ല ബെഡ്ഷീറ്റായിരുന്നു, നമുക്ക് ആവശ്യമുള്ള സാധനമായിരുന്നു. നല്ല സുഖമല്ലേ തൊടാൻ? നന്നായി ഞാൻ അധികം ബെഡ്ഷീറ്റ് വാങ്ങാമെന്നത്. ഞാൻ ഇതുവരെ വലുതൊന്നും ഓപ്പൺ ചെയ്തില്ല. ഇനി ഇത് ഫസ്റ്റ് വൺ കൃഷ്ണാൻറ്റി. കൃഷ്ണാൻറ്റിയുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു എന്തായിരിക്കും എനിക്കറിയാം. വെങ്കടാചലപതി. ആണ് എനിക്ക് ഭയങ്കര. ഇത് അന്ന് മധുരയിൽ പോയപ്പോൾ വ്ളോഗിൽ കാണിച്ചില്ല, അതാണിത്. അതിനകത്ത് ഹായ്. കുഞ്ഞി ഗ്ലാസ്, സ്ക്രീൻ ബൗളും ഗ്ലാസും, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. കുക്കർ അമ്മയുടെ കസിനാണ്. പ്രഷർ കുക്കറാന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നി ഇതാണോ അതോ ഇനി വേറെ. അമ്മയ്ക്ക് ഒത്തിരി കുക്കർ കിട്ടിയല്ലോ. ഇനി കുറച്ച് തറയാവാം. അയ്യോ, അതാരാ തന്നെ? ഓണേഴ്സാണ് ഇപ്പൊ ക്യാമറമാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. രാജി ക്രിയേഷൻസ്. ഇപ്പം തൽക്കാലം എനിക്ക് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ രാജിയാണ്. പിന്നെ പറയുന്നത് ഞങ്ങള് ഫൈറ്റും കൂടെ വേണമായിരുന്നു അല്ലേ? എന്നാലല്ലേ ഫാമിലി ആവുള്ളൂ അല്ലേ? അത് മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് നമ്മുടെ 2 പേരുടെ ഫോട്ടോ ഒരുപോലെ. ആരുടെയാണ് ഐഡിയ? സ്വന്തം ചേര. പ്ലേറ്റ് പുട്ടും പഴമായിട്ടുണ്ടെന്ന് അമ്മ. ആക്ച്വലി നെറ്റിപ്പട്ടം, പിന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടിയ നെറ്റിപ്പട്ടം ഞാൻ ആ വോളിൽ തൂക്കിയിട്ടിരിക്കുന്ന വലുതാണ്. വ്ളോഗിൽ കണ്ട 2 പേര്. അതിൽ വിശാഖും വീണ ഉണ്ടാക്കിയതാണ്. അത് മേടിച്ചിരണോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഇത് അവിടെ ഇടാൻ തോന്നുന്നല്ലേ. ഇപ്പൊ കുഞ്ഞിതെനിക്ക് ഒരുപാട് നല്ല എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ്സ് ഉള്ള ഗിഫ്റ്റുകൾ എനിക്ക് ഇപ്രാവശ്യം
സദ്യങ്ങളെന്നാൽ പൊങ്കാലയാണെന്നൊന്നും അറിഞ്ഞില്ല, അന്ന് കൊണ്ട് തന്നതാണ്. അന്ന് ഇട്ട് തിളച്ച ഉടനെ കയറി വന്നതാണ് ഈ ഒരു വിഗ്രഹം. ഹായ്, അനന്ത പത്മനാഭൻ. സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അമ്മ അത് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പച്ചക്കവർ നോക്കാം. അമ്മ വോയിസ് ഓവർ മാത്രമേ ഉള്ളൂ, മുമ്പിലേക്ക് വരില്ല. അമ്മയ്ക്ക് മതിയായിട്ടാണോ? നല്ലൊരു അതെന്താ ഒത്തിരി കൃഷ്ണന്റെ ആദ്യം കിട്ടിയില്ലേ നമുക്ക്. വീട്ടിലെല്ലാം ഇത് മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വേറെ പെൻഡിങ്സ് ഇല്ല. ഇതാന്ന് തോന്നുന്നു ഇത് തന്നത് അമ്മേ. നോൾട്ടയുടെ ഒരു അടിപൊളി ഡിന്നർ സെറ്റ്, നല്ല ഡിന്നർ സെറ്റ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആ ഗ്ലാസ് ഒക്കെ ഉണ്ട്, ഗ്ലാസ് ബൗള്, കളയില്ലാതെ നല്ല കവർ, ഡിഫറെന്റ് കളർ. സാധനം സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അതിനകത്ത് മുരുകൻ ഉണ്ടെന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? അതോ ഞങ്ങൾക്ക് കല്യാണത്തിന് കിട്ടി ശിവനും പാർവതിയും, ഒരു വ്യത്യാസവും ഇല്ല. ഇതിന് കുറച്ചൊരു വലുതാന്ന് തോന്നുന്നത്, മങ്കയാണ്ടി തന്നു. അതും രാധാകൃഷ്ണൻ. ഭഗവാന്റെ ശൂലം എവിടെ വയ്ക്കാം? ക്ലോക്ക്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒന്നും വെച്ചില്ല, എല്ലാം ഇപ്പോഴും കാർഡ്ബോർഡിനകത്തൊക്കെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ എനിക്ക് ഒന്നിച്ച് വന്നതുകൊണ്ട് എനിക്ക് ഞാനെല്ലാം പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങിയുള്ളൂ. നൈസ്. വീടുകളിൽ അത്യാവശ്യം വേണ്ട നല്ല വലിയ തിളക്കങ്ങളൊന്നും ഇല്ലാതെ ഈശ്വര എന്നാ ഇതെല്ലാം നല്ല ഡിന്നർ സെറ്റുകളാണ്. ഡിന്നർ സെറ്റാണ്. 2 ബൗള്, കുറച്ച് പ്ലേറ്റ്സ്, നോൾട്ട അല്ലേ? പ്ലേറ്റ്സ്, ഒരു ഡിന്നർ സെറ്റ്, ലാവപ്പല. പിന്നെ പാട, ഇതും ഓട്ടം ഫ്ലവർ ഡിന്നർ. ഒത്തിരി ഡെക്കറേഷൻസ് ഒന്നുമില്ല, ലൈറ്റ് ഷെയ്ഡ്സ്. ഇനിയുള്ളൊരു ഫസ്റ്റ് ടൈം ആ വിഘ്നേശ്വരനെ കിട്ടിയല്ലേ? ഇതിന്റെ അടിയിലോട്ടും എല്ലാം പോയി. പ്ലേറ്റ് പോകേണ്ട ഞാൻ തൽക്കാലം കത്തിയെടുത്തു. ഇനി ഇതുകൂടെ കളയല്ലേ. പിന്നെയും വിഘ്നേശ്വരൻ. അത് മാത്രമല്ല ഇതുവരെ കാണാത്ത ടൈപ്പ് അല്ലേ, ഒരു ഇതൊരു കുട്ടി കുക്കർ. നോക്ക്, കുക്കർ എൻ്റെ മണ്ടയിൽ കൂടെ വീഴാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. ഇതൊരു വലിയ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ തകർക്കും. ബിരിയാണി വെക്കാൻ അപ്പോൾ കണ്ടോണം. നാളെ ഇവിടെ ബിരിയാണി നോൾട്ട ബിരിയാണി പോട്ടെന്ന് തന്നെയാണ് കേട്ടോ.
മറ്റേ ഗിഫ്റ്റ് പേപ്പറും ഇല്ലായിരുന്നു. ആരാണ് ഈ ബിരിയാണി പോട്ട് തന്നത് കമൻറ്റ് ചെയ്യാം. പക്ഷെ എല്ലാത്തിലൊന്നും പേരില്ല. കൃഷ്ണാൻ്റെ മാത്രം കറക്റ്റായിട്ട്. കുക്കറാണല്ലോ. ഇനി ഞാനൊരു ഇത് പൊട്ടിക്കട്ടെ. നമ്മുടെ ഇഷ ഫൗണ്ടേഷൻസ് അങ്ങനെ ഒരു കുഞ്ഞി ക്ലോക്ക് നമുക്ക് ആ ബോർഡിൽ വയ്ക്കാം, മറ്റേ ബെഡിൻ്റെ സൈഡിലുള്ള. അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ട് അലാറം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ടത് അതാണ്. ഇത് രാവിലെ പള്ളിമണി അടിക്കണ പോലെ രണ്ടും കിടന്ന് അടിക്കുന്നത് ശ്രദ്ധിച്ചോ. ഈ രാജോട് ഞങ്ങൾ 7 മണിക്ക് വരാൻ പറഞ്ഞു രാവിലെ. അപ്പോൾ മനോഹരൻ്റെ ഷൂട്ടിന് പോകണമല്ലോ. അതാണ് മനോഹരൻ പറയാം, ഇത്ര പഞ്ചായത്തി ഒരു മനുഷ്യന് ആവശ്യമില്ല. ഇതും നല്ലൊരു കുക്കറ്. 3 കുക്കറായി കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഗിഫ്റ്റ് പേപ്പർ ഇല്ലാത്തത് ആദ്യം. സൂപ്പർ കോട്ടിംഗ് 1 ഇയർ വാറണ്ടി. ഈശ്വര, ബെഡ്ഷീറ്റാണോ? എനിക്ക് ഒത്തിരി നല്ല ബെഡ്ഷീറ്റുകൾ കിട്ടി. പക്ഷെ ഒരു വളരെ നല്ലൊരു ഇതാണ് അത്. വാറണ്ടി ഒക്കെ 8 പീസ് സെറ്റാണ് കേട്ടോ ഇത്. വാവ്, ഇതുപോലെ പല ടൈപ്പ് 8 പീസ്. ഇത് പറയണം. ഇതൊരു കുക്ക് വെയർ, പിന്നെ ഒരു പാന്, അയ്യോ, പിന്നെ ഒരു വിശക്കുന്നുണ്ട് എനിക്ക്. ഇത് കൊള്ളാം, ചായ ഇടാൻ വരെ നമുക്ക് ഉപയോഗിക്കാം. കൊള്ളാം, പൊളിച്ചാൻ. അയ്യോ, നമുക്ക് ഇതിലേക്ക് പോവാം. ഇത് ജോസ് നാഗലക്ഷ്മി തന്നതാണ്. തട്ടം തന്നതാണ്. നല്ലൊരു, നമുക്ക് ഭഗവാന് വെള്ളമൊക്കെ വെക്കാനും തീർത്ഥം വെക്കാനും ഒക്കെ ഇത് അത്യാവശ്യം കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ. അപ്പൊ ഇതാണോ ജാക്കി ചേട്ടൻ തന്നത്? ഇതാണെന്ന് തോന്നുന്നു ജാക്കി തന്നത്. ഇതിലേതാണ് എൻ്റെ ചേട്ടൻ തന്നതെന്ന് അറിഞ്ഞു കേട്ടോ. ആ ബുദ്ധം വേറെ ആരോ തന്ന കേട്ടോ, സോറി. വാവ്, സൂപ്പർ, നല്ല രസമുണ്ടല്ലേ. ആ ഒരു വൈറ്റിൽ നല്ല ഭംഗിയുണ്ട്. അയ്യോ, അത് കൊള്ളാം. നല്ല കുത്തുപോണി. എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ട ഒരു സാധനം. നമുക്ക് പലഹാരം ഇട്ട് വെക്കാനും പൊടിയൊക്കെ ഇട്ട് വെക്കാനും. രണ്ട് കുത്തുപോണിയുണ്ട്. പിന്നെയും കുക്കർ കൊടുത്തെന്ന് പറഞ്ഞായിരുന്നു. അച്ഛനത് പ്രത്യേകം പറഞ്ഞു, അതിനകത്ത് തന്നെ ഷർട്ടുണ്ട്, എടുക്കരുതെന്ന്. ഇല്ല, ആക്ച്വലി ഇത് ഞാൻ ഫ്ലാറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തക്കാളി പോലും മുറിയുവേല. ഇതൊരു അടിപൊളി ബെഡ്ഷീറ്റ്. ഇത് വേണ്ട, ഇത് പോയതാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിച്ചു കീറുന്നേ. കുറ്റി പുട്ടമ്മയോട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. കുറെ നല്ല ക്ലോ. എൻ്റെ എനർജി തീർന്നു. കത്രി എവിടെ? ഇത് രാധാകൃഷ്ണങ്ങൾ നമ്മുടെ അങ്കിൾ, താങ്ക് യു സോ മച്ച്. കാരണം ആദ്യം മുതൽ ഞാനിവിടെ ഒരു ഉരുളി വാങ്ങിക്കണം, എനിക്ക് നിലത്ത് നിൽക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിത് മേടിച്ചില്ല. താങ്ക് യു. നല്ല വെയിറ്റ് ഉണ്ടല്ലേ.
വിഘ്നേശ്വരനെ കിട്ടിയില്ല എന്ന് ഇനി ഇവിടെ ആരും പരാതി പറയാൻ പാടില്ല. ഫ്രൂട്ട്സോ? ഹായ്. ബൗൾ അല്ല, ഐസ്ക്രീം ബൗൾ. നമ്മുടെ ഫോട്ടോ ഇട്ട് വെക്കാം. നമുക്കൊരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് അതിൽ വെക്കാം. അല്ല, ഇതുപോലത്തെ 2-3 ഏതോ നല്ല കളർഫുൾ മൈൻഡ്. ഇതെന്താ സാധനം? ഇതും ഒരു നല്ലൊരു കുക്കറാണ് കേട്ടോ. കുക്കർ ഒത്തിരിയായി. പ്രസ്റ്റീജ്. മിക്സഡ് കളേഴ്സ്. രാജേഷ്, മഞ്ജിമ. ഒരെണ്ണം പേടൊക്കെ എടുക്കാം. ഇതേ ബുദ്ധൻ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയത്. ഹേമമാലിനിയുടെ കണ്ണ. അതും കൊള്ളാം. 3D ബുദ്ധൻ ആൻഡ് 3D കൃഷ്ണന്റെ അത്. ആഭരണപ്പെട്ടി. ഗോൾഡ് ഒക്കെ ഇട്ട് വെക്കാൻ. ഇതിന്റെ നമ്മുടെ കയ്യിൽ ഇരുന്നത് എവിടെയാണോ പൊളിസ്ഥാനം. ഒന്ന് പൊട്ടിക്കണമല്ലോ. ഞാൻ പൊങ്കാല ഇടാൻ വാങ്ങിച്ച പാത്രം പോലെയുണ്ട്. ചെറിയ ചൂടോടുകൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കാസറോൾ. ഇത് ബാറ്ററി ഉണ്ട് അതിനകത്ത്. നല്ലൊരു അടിപൊളി ക്ലോക്കും. അടിപൊളി വുഡൻ ഫിനിഷിന്റെ സംഭവം. പുതുപ്പള്ളി റോഡ്. അതെ, കഞ്ഞിക്കുഴി, കോട്ടയം. ഫ്രം കോട്ടയം. ഭയങ്കര എലഗന്റ് ഒരു ഇത് പില്ലോ കവർ. അത് മാത്രമല്ല ഇത്തിരി വെയിറ്റ് ഉണ്ട്. നല്ലൊരു കോട്ടൺ ടൈപ്പാണ്. ഞാൻ മേളിലേക്ക് അടിച്ച് മാറ്റിക്കൊണ്ടുപോകും. ഹായ്. നല്ലൊരു ഭംഗിയല്ലേ അത്? ഉള്ള സാധനങ്ങളാണ്. എവിടെ കത്തി? എൻ്റെ കത്തി പിന്നെയും പോയി. ആ, ഇല്ല, കിട്ടി. ജഗ്ഗും അതിന് മാച്ച് ചെയ്ത് ഗ്ലാസും ബൗളും. അത് കൊള്ളാം. പക്ഷെ അത് നല്ലതാ, ജഗ്ഗ് ഒരേപോലെ. അപ്പൊ ഇനി അതും ഇതും കൂടെ ഉള്ളു. ഇത് വല്യച്ഛൻ തന്നത്. ശ്രീകുമാർ. ഇതിൻ്റെ നല്ലൊരു നോൺ സ്റ്റിക്ക് കുക്ക് വെയർ.
ഇതെല്ലാം ഡിന്നർ സെറ്റാണ് കേട്ടോ. ഒരു ആൻറ്റീക്ക് ലുക്ക്, പക്ഷേ താഴെ വീണ പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. ഇത് ചിക്കൻ കറിയൊക്കെ എടുക്കാം. നല്ല ഷെയ്ഡും. താങ്ക് യു വലിച്ച. അതെന്താ വലിയ പ്ലേറ്റ്സ്, ചെറിയ പ്ലേറ്റ്സ് കൊള്ളാം. പിന്നെ ഉള്ളത് ഈ പെഡസ്ട്രൽ ഫാനാണ് കേട്ടോ. ഇത് അമ്മയുടെ ഒരു കസിൻ ഉണ്ട്, സുരേഷ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട്, അങ്കിളുടെ ഗിഫ്റ്റാണ്. അച്ഛൻ ഉറങ്ങുക, കുഴപ്പമില്ല അച്ഛന്. ഈ ഊഞ്ഞാൽ മനോജേട്ടൻ്റെ ചേട്ടൻ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. എന്നോട് കുറേ ദിവസമായിട്ട് ബാൽക്കണിയിൽ ഒരു ക്ലാമ്പ് വെച്ചിട്ട് ഇത് ഇടാൻ അച്ഛനും അമ്മയും പറഞ്ഞു. കുറേ ആയിട്ട് നമ്മൾ കേൾക്കാത്തത് കൊണ്ട് അവർ തന്നെ ഒരു ചങ്ങല വാങ്ങിച്ച് അവരുടെ മുറിയിൽ സെറ്റ് ചെയ്തു. ഈ ഒരു മയിലിൻ്റെ വിളക്ക് അച്ഛന് LICയിൽ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ വന്നപ്പം ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഒരു മയിൽ വിളക്ക്. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു വിളക്കാണ്. ഭയങ്കര ഐശ്വര്യമാണ് ആ വിളക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് LICയുടെ ഗിഫ്റ്റാണ്. പിന്നെ ഇനി ലാസ്റ്റ് ഫണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സർപ്രൈസ് ആയിട്ട് വന്നൊരു ഗിഫ്റ്റാണ്. ആക്ച്വലി ഇതിങ്ങനെ ആരാഴ്ചയെന്നോ ഒന്നും അറിയില്ല. പെട്ടെന്ന് ഒരു പാലുകാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. ചെന്ന് നോക്കിയപ്പോഴാണ് പറക്കാട്ട് ജ്വൽസ് എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് അപ്പോഴും ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടും ഇല്ലായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് തുറന്നു നോക്കിയപ്പം ഈ ഒരു വെങ്കടാചലപതി പ്രീതി ചേച്ചി എനിക്ക് എൻ്റെ പാലുകാച്ചൻ്റെ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നാണ്. കാരണം അന്ന് ഞാൻ മൂന്നാറ് പോയപ്പോൾ ഇത് നോക്കി വെച്ചിരുന്നു. എനിക്കിത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പാലുകാച്ച കഴിഞ്ഞിട്ട് വീട് സെറ്റ് ചെയ്യുമ്പോൾ, ഇന്ത്യയിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി അത് അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് മറക്കാതെ ഇത് അയച്ചു തന്നു. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെങ്കടാചലപതിയെ. അപ്പം ഭഗവാനെ, ഇത്ര മനോഹരമായൊരു ഭഗവാനെ തന്നതിന് താങ്ക് യു സോ മച്ച്. ഇതെല്ലാം വോയിസ് ഓവർ കൊടുക്കുന്ന വേറൊന്നുമല്ല, ഞങ്ങൾ ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ മൈക്ക് എന്തോ ഇഷ്യൂ ആയിട്ട് വോയിസ് എല്ലാം മിസ്സാവുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ.